بسم الله الرحمن الرحيم. الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وصحبه ومن تبعه. أما بعد، الله سبحانه وتعالى മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലുതാണ് ഖുർആൻ. ഏതൊരു നബിയുടെയും മുഅ്ജിസത്ത് മൂസാ അലൈഹിസ്സലാമിൻ്റെ വടിയാണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളാണെങ്കിലും അതൊക്കെ അവരുടെ കാലഘട്ടത്തോടുകൂടി അവസാനിച്ചു. അവർ മരണപ്പെട്ടതോടുകൂടി അതെന്തായി, നമുക്കിനി ആ വടി കിട്ടുകയില്ല. അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാം, അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാൻ കഴിയുകയുമില്ല മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കണ്ണ് അന്ധനായ ആളെ തടവി ശിഫയാക്കാനും അദ്ദേഹത്തിൻ്റെ കൈകൾ ബാക്കിയില്ല, മറിച്ച് അദ്ദേഹം എന്താണ്, ഉയരത്തിലാണ്, ഉന്നതത്തിലാണ്, അതായത് ആകാശത്തിലാണ് ഈസാ അലൈഹിസ്സലാം. ദുനിയാവിൽ അദ്ദേഹം ഇല്ല, മറിച്ച് അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം സ്വർഗത്തിലാണുള്ളത്, രണ്ടാം ആകാശത്തിലാണ് ഉള്ളത്. തയ്യിബ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പല മുഅ്ജിസത്തുകളും ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിളർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പാത്രത്തിൽ ഉള്ള പാല് കൊണ്ട് ഒരുപാട് മനുഷ്യർ വയറ് നിറയെ കുടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മുഅ്ജിസത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മൃഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, മിമ്പർ തേങ്ങിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഇന്ന് കാണുവാൻ നമുക്ക് സാഹചര്യമില്ല, അങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടുകയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ് ഖുർആൻ. ഖുർആൻ അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഖുർആൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, സംസാരമാണ്. ആ സംസാരം വേറൊരാൾക്കും എഴുതി ഉണ്ടാക്കുക സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ അള്ളാഹുവിൻ്റെതാണെന്ന് കരുതി പറഞ്ഞുകൊണ്ടൊരു വാക്ക് പോലും പറയാൻ സാധ്യമല്ല. വലൗ തഖവ്വല അലൈന ബഅദൽ അഖാവീൽ, എന്തെങ്കിലും എൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചാൽ ലഅഖദ്നാഹു ബിൽ യമീൻ, നാം അവനെ വലത് കൈ കൊണ്ട് പിടികൂടുന്നതാണ്. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, പിന്നെ കർണഞരമ്പ്, നാടി, ഈ ഞരമ്പ് ഞാൻ അവരിൽ നിന്നും എന്ത് ചെയ്യുന്നതാണ്, കട്ട് ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമെന്ന ഈ മുഅ്ജിസത്ത് അത് എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഇറക്കിയത്? ഹുദൻ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സന്മാർഗമായി കൊണ്ടാണ് പുറത്തിറക്കിയത്. നമുക്ക് സന്മാർഗമാണെന്ത്? ഖുർആൻ. ആരെങ്കിലും സന്മാർഗം, നല്ല മാർഗം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെന്താണ് ചെയ്യേണ്ടത്? ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കണം. എങ്ങനെ പഠിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രീതിയിൽ, സ്വഹാബത്ത് പഠിപ്പിച്ചു തന്ന രീതിയിൽ, സലഫുസ് സാലിഹീങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ നമ്മൾ പഠിക്കണം. അത് നമ്മളുടെ മേൽ നിർബന്ധമാണ്. അള്ളാഹു നമ്മളോട് എന്ത് പറഞ്ഞു എന്ന് അറിയൽ നമുക്ക് നിർബന്ധമാണ്. നമ്മളെ ഒരാൾ സൃഷ്ടിച്ചിങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് നമ്മളോട് ചില കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ട് അതെന്താണെന്ന് പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കളയൽ നമുക്കൊരിക്കലും ചേർന്നതല്ല. ഇവിടെ അശ്ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, അശ്ശൈഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ എന്ന് പറയുന്ന 2001 2000 മരണപ്പെട്ടു പോയ സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനാണ് അശ്ശൈഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ. അദ്ദേഹം സൂറത്തു ഫാത്തിഹ, അതുപോലെ തന്നെ തഫ്സീറു അമ്മ ജുസ്ഉം, അതുപോലെ തന്നെ അതിനു മുമ്പ് ഫാത്തിഹയും
അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്? അദ്ദേഹത്തിൻ്റെ ഒരു കിതാബായി ക്രോഡീകരിച്ചിരിക്കുകയാണ്. എന്താണത്? നമ്മൾ പൊതുവായി ജനങ്ങൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുകളാണിത്, അമ്മ ജുസ്ഇലുള്ള സൂറത്തുകൾ. ഫാത്തിഹയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. അതിനാൽ ഈ ഫാത്തിഹയിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അമ്മ ജുസ് പൊതുവേ നമ്മൾ ഖുർആനിൽ പാരായണം നിസ്കാരത്തിലും മറ്റും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ ജുസ്ഇലെ സൂറത്തുകൾ, അതിലെന്താണ് നമ്മൾ എന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഒക്കെ അദ്ദേഹത്തിൻ്റെ തഫ്സീറിനെ ക്രോഡീകരിച്ചു. ജുസ്ഉ അമ്മയും അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹയും. അതാണ് ഇൻഷാ അല്ലാഹ് ഫജ്റിന് ശേഷം നമ്മൾ വായിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഫജ്റിന് ശേഷം വെള്ളിയാഴ്ച ദിവസം ഉണ്ടാവുകയില്ല. ബാക്കിയുള്ള ഫജ്റിന് ശേഷം ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഫാത്തിഹ പിന്നെ ജുസ്ഉ അമ്മ ജുസ്ഇൻ്റെ തഫ്സീറായിരിക്കും വായിക്കുക. ഇൻഷാ അല്ലാഹ് അതിലെ തുടക്ക ഭാഗം മാത്രം വായിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് തന്നെ കുറച്ച് സമയമായിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹ. സൂറത്തു അൽ ഫാത്തിഹ. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പ്രാരംഭം, തുടക്കം എന്നാണ്. തുടക്കം എന്ന അധ്യായം സുമ്മിയത് ബിദാലിക ലിഅന്നഹു ഇഫ്തതഹ ബിഹൽ ഖുർആനുൽ കരീം. അതുകൊണ്ട് ആ പേര് അതിന് നൽകപ്പെട്ടത് എന്തിനെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് ഖുർആൻ തുടങ്ങിയിട്ടുള്ളത് എന്നുകൊണ്ടാണ്. ഫാത്തിഹ എന്ന പേര് നൽകുന്നുണ്ട്, അത് തുടങ്ങിയത് കൊണ്ടാണ്. വഖദ് ഖീല, അതുപോലെ പറയപ്പെട്ടിരിക്കുന്നു, ഇന്നഹ അവ്വലു സൂറത്തിൻ നസലത് കാമിലതൻ. പൂർണ്ണമായി ആദ്യമായി ഇറങ്ങിയത് സൂറത്തുൽ ഫാത്തിഹയാണ്. ആദ്യമായി ഇറങ്ങിയ സൂറത്ത് ഏതാണ്? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നമുക്കറിയാം. എന്നാൽ അതിലെന്താണ്? ആദ്യത്തെ 5 ആയത്തുകൾ മാത്രമാണ് എന്ത് ചെയ്തത്? ഇറങ്ങിയത്. ഇത് 7 ആയത്തും ഒരുമിച്ച് പൂർണ്ണമായി ഇറങ്ങിയ സൂറത്ത്, അതായത് അൽഹംദു മുതൽ വലദ്ദാലിൻ വരെ പൂർണ്ണമായി ഇറങ്ങിയ ആദ്യത്തെ സൂറത്താണ് എന്നും പറയപ്പെട്ടിരിക്കുന്നു. തമാം. هذه السورة قال العلماء إنها تشتمل على مجمل معاني القرآن في التوحيد والأحكام والجزاء وطرق بني آدم وغير ذلك ولذلك سميت أم القرآن. ഉലമാക്കൾ പണ്ഡിതന്മാർ പറഞ്ഞു, മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ സൂറത്ത് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള, പൂർണ്ണമായി അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഒരു സൂറത്താണ്. ഏതുപോലെ ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള ആശയം ഉണ്ടല്ലോ, ഖുർആനിൻ്റെ മുഴുവൻ ആശയത്തെ മുഴുവനായി അടങ്ങിയിട്ടുള്ള ഒരു സൂറത്താണ് എന്ത്? സൂറത്തുൽ ഫാത്തിഹ. അതായത് സൂറത്തുൽ ഫാത്തിഹ വിശദീകരിച്ചാൽ നമുക്ക് ഏതൊക്കെ കിട്ടും? ഖുർആനിലെ ബാക്കി വിഷയങ്ങൾ, ബാക്കി സൂറത്തുകളിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ എവിടെ കിട്ടും? സൂറത്തു ഫാത്തിഹയിൽ കിട്ടും. തൗഹീദുണ്ടതിൽ. അതുപോലെ ഹുക്മുകൾ, ഏതൊക്കെ വിധികളുമായി ബന്ധപ്പെട്ട് എല്ലാ വിധിയും, ഇന്നാളെ ഇന്നത് എങ്ങനെ ആക്കണം, കച്ചവടത്തിൽ എങ്ങനെ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നല്ല, മറിച്ച് അതിൻ്റെ കാമ്പ് എവിടെ കിട്ടും? സൂറത്ത് ഫാത്തിഹയിൽ കിട്ടും. വൽ ജസാ, കൂലിയെക്കുറിച്ച്, ഒത്തുറുഖി ബനി ആദം, മനുഷ്യരുടെ വിഭാഗങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ. അതിനാൽ തന്നെ ഈ സൂറത്തിന് പേര് നൽകപ്പെട്ടിട്ടുണ്ട്, ഉമ്മുൽ ഖുർആൻ എന്ന് പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ സൂറത്തിൻ്റെ പേരെന്താണ്? വേറൊരു പേരെന്താണ്? ഉമ്മുൽ ഖുർആൻ. ഉമ്മുൽ ഖുർആൻ എന്ന് പേര് നൽകപ്പെടാൻ കാരണം ഒരു കാര്യത്തിൻ്റെ റെഫറൻസ് എന്ന് പറയില്ല, നമ്മൾ ഒരു കാര്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്കിലൊരു സാധനം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉമ്മെന്ന് വിളിക്കും. എല്ലാ മടങ്ങിച്ചെല്ലുന്നത് എവിടേക്കാണ്? ഒരു സ്ഥലത്തേക്കാണെങ്കിൽ അതിനെ ഉമ്മ എന്ന് വിളിക്കും. അതിനാൽ തന്നെ ഫാത്തിഹയെ ഉമ്മുൽ ഖുർആൻ എന്ന് ഫാത്തിഹയ്ക്ക് പേരുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുള്ള പേരാണത്. വഹാദിഹി സൂറത്തു ലഹാ മുമയ്യിസാത്തുൻ തതമയ്യസു ബിഹാ അൻ ഗൈരിഹാ. ഈ സൂറത്തിന് മറ്റുള്ള സൂറത്തുകളെക്കാൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. منها أنها ركن في الصلوات التي هي أفضل أركان الإسلام بعد الشهادتين فلا صلاة لمن لم يقرأ بفاتحة الكتاب. അതിൽ പെട്ടതാണ് ഈ ഫാത്തിഹ ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അത് റുക്നാണ്, ഒരിക്കലും വീണു പോകാൻ പാടില്ലാത്ത റുക്നാണ്. ഏതിൻ്റെ റുക്ന്? നിസ്കാരത്തിൻ്റെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്. അതിലെ റുക്നാണ് ഫാത്തിഹ.
അതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിഹ ഓതാനവർക്ക് നിസ്കാരമില്ല. സൂറത്തു നാസിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞില്ല, ബഖറയുടെ കാര്യം പറഞ്ഞില്ല. മറിച്ച് ഏതാണ് പറഞ്ഞത്? ഫാത്തിഹ ഓതാനവർക്ക് നിസ്കാരമില്ല. വമിൻഹ അന്നഹ റുഖ്യ. അതുപോലെ തന്നെ ഫാത്തിഹയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് റുഖ്യയാണ്, മന്ത്രമാണ്. എന്താണത്? മന്ത്രമാണ്. എന്താണ് കാരണം? ഇദാ ഖുരിഅ ബിഹാ അലൽ മരീദി ശുഫിയ ബിഇദ്നില്ലാഹ്. ഒരു രോഗിക്കത് പാരായണം ചെയ്യപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവനക്ക് ശിഫയാകുന്നതാണ്. അപ്പോൾ രോഗത്തിന് ചികിത്സിക്കാൻ മരുന്ന് കഴിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവു, നിങ്ങൾ ചികിത്സ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൽപ്പനയാണ്. അതുപോലെ തന്നെ ഉള്ള ചികിത്സയാണെന്ത്? വേറൊരു ചികിത്സയാണ് റുഖ്യ, മന്ത്രമാണിത്. അതായത് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക, പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. ഇത്ര എണ്ണം എന്നല്ല, നമ്മൾ അവനക്ക് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ്? لأن النبي صلى الله عليه وسلم قال للذي قرأ على اللذيغ فبرئ وما يدرك أنها رقية. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? റുഖ്യയാണ്, മന്ത്രമാണെന്ന് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഒരു സംഭവമായിട്ടൊരാൾ സ്വഹാബി വന്നു. എന്താണ്? ഒരാൾ ഞങ്ങൾ യാത്ര പോകുമ്പോൾ അവിടെ ഒരു വിഷജന്തു കടിച്ച ആൾക്ക് ഞങ്ങൾ എന്ത് ചെയ്തു? ഖുർആൻ ഓതി, അതായത് ഫാത്തിഹ ഓതി ആളുടെ വിഷം ഇറങ്ങിപ്പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ യുദ്രീക അന്നഹ റുഖ്യ. ഇത് റുഖ്യയാണെന്ന് നിനക്കെങ്ങനെ അറിയാം? മനസ്സിലായോ? ഇത് റുഖ്യയാണെന്ന് റുഖ്യയാണ്, പക്ഷെ നിനക്കെങ്ങനെ അതറിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. وقد ابتدع بعض الناس اليوم في هذه الصورة بدعة فصاروا يختمون بها الدعاء ويبتدئون بها الخطب ويقرؤونه عند بعض المناسبات، وهذا غلط. تجده مثلا إذا دعا ثم دعا قال لمن حوله الفاتحة، يعني إقراء الفاتحة بعض الناس يبتدئ بها في خطبه أو في أحواله، وهذا أيضا غلط لأن العبادة مبناها على التوقيف والاتباع. അതുപോലെ തന്നെ ഈ ഫാത്തിഹ കൊണ്ട് ചില ആളുകൾ ഇന്നൊരു ബിദ്അത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ബിദ്അത്ത്? ഒരു ദുആ കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം നിൽക്കുമ്പോൾ ആൾ എന്നിട്ട് പറയും അൽ ഫാത്തിഹ എന്നിങ്ങനെ വിളിച്ചു പറയും. അപ്പോൾ എല്ലാവരും ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യും? ഫാത്തിഹ എല്ലാവരും കൂടെ അവിടെ തുടങ്ങും. ഇങ്ങനൊരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോ സഹാബത്തോ നമുക്ക് കാണിച്ചു തരാത്ത കാര്യമാണ്. ഇബാദത്തുകൾ അതെവിടെയാണ് പണിയപ്പെടേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാണിച്ചു എന്നതിലാണ്. അതിനാൽ ആ ഒരു കാര്യം എന്താണ്? പുത്തനായിട്ടുള്ള ബിദ്അത്തായിട്ടുള്ള കാര്യമാണ്, അത് പാടില്ലാത്തതാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഖൈറായിരുന്നെങ്കിൽ ആദ്യം ആര് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യും. നമ്മളെക്കാൾ നല്ലവനാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. നമ്മൾ ഒരിക്കലും റസൂലുള്ളാഹിനേക്കാൾ നല്ലവനാവാൻ ശ്രമിക്കരുത്. ഞാൻ റസൂലുള്ളാഹിനേക്കാൾ നല്ലവനാവരും, അത് നടക്കൂല, അത് ശ്രമിക്കാനും പാടില്ല. ഫാത്തിഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തത് നമ്മൾ എന്ത് ചെയ്യരുത്? ചെയ്യരുത്. ഇലാഹുനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.